ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രേവതിയുടെ പൂക്കട ചന്ദ്രമതിയും അതുപോലെ ശ്രുതിയും കൂടി ചേർന്നിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ട് കോർപ്പറേഷനുകാർ എടുത്തോണ്ട് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും രേവതിക്ക് അവിടെ പൂക്കട ആരംഭിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത സാഹചര്യമാവാണ്. രേവതിയുടെ വിഷമം കണ്ടുകൊണ്ട് നമ്മുടെ സച്ചി എല്ലാവർക്കും ഒരു തിരിച്ചടി കൊടുക്കുന്നത് പോലെ ഒരു മൊബൈൽ പൂക്കട ആരംഭിച്ചു കൊടുക്കുവാണ്. അതിനു വേണ്ടിയിട്ട് ഒരു സ്കൂട്ടി മേടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ രേവതി ഭയങ്കരമായിട്ട് ഹാപ്പി ആവാണ് കേട്ടോ. ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് കാണണേ. റൂമിലേക്ക് തിരിച്ചെത്തിയ സുധിയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുകയാണ്. എന്ത് പറ്റി സുധി, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, എന്താ ഡള്ളായിട്ട് ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ സുധി പറയുന്നുണ്ട്, നീ ഇവിടെ ഇരിക്കെ, എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ സുധി പറയുമെന്ന് പറയുമ്പോൾ സച്ചിയെ കണ്ടില്ലേ, സച്ചി അവൾക്ക് വേണ്ടിയിട്ട് പൂക്കട ആരംഭിച്ചു കൊടുത്തു. അത് പോയി, പക്ഷെ വീണ്ടും മൊബൈൽ ഫ്ലവർ ഷോപ്പ് വെച്ചു കൊടുത്തു. അതെ, സച്ചി ഒരിക്കലും ഇത്രയും ബുദ്ധിപരമായി ചിന്തിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ വിചാരിച്ചില്ല എന്ന് ശ്രുതി പറയുമ്പോൾ എങ്ങനെ ചിന്തിക്കാതിരിക്കുക, അവന് വേണ്ടിയിട്ട് അവള് കാറ് മേടിച്ചു കൊടുത്തില്ലേ, അതിനെന്താ ശ്രുതി ഇപ്പൊ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ശ്രീകാന്തും വർഷയും നല്ല ജോലിക്ക് പോയിട്ട് സമ്പാദിക്കുന്നുണ്ട്. ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ കാറ് മേടിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നു. ശരി, അതിനെന്താ ഇപ്പൊ ശ്രുതി എന്ന് ശ്രുതി ചോദിക്കാണ് കേട്ടോ. എന്നേക്കാൾ പഠിപ്പിലും കഴിവിലും അവര് കുറച്ച് താഴ്ന്നിട്ടാണുള്ളത്, എങ്കിൽ പോലും അവരുടെ ലൈഫില് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ശ്രുതി, അത് അവര് ജോലിക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോ അപ്പൊ ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്നുള്ള കാര്യം നീ എന്താ കുത്തി കാണിക്കാണോ? ശ്രുതി നോക്ക്, നീ തന്നെ പറയുന്നുണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും നടക്കുന്നു എന്നുള്ള കാര്യം. കാരണം എന്താണെന്നറിയോ, അവരൊരു ജോലി തന്നെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ശ്രുതി, അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുണ്ട്. സച്ചി അവന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. രേവതി എല്ലാ കാര്യത്തിലും അവനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശ്രീകാന്ത് റെസ്റ്റോറന്റ് തുടങ്ങാനുള്ള ഐഡിയയിലാണുള്ളത്. അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അവന്റെ അമ്മായപ്പനാണെന്നുണ്ടെങ്കിൽ അവന് വേണ്ട റെസ്റ്റോറന്റിലെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. അവർക്കെല്ലാം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുണ്ട്. അപ്പോൾ ഞാനും രേവതിയെ പോലെ ഇരുന്ന് പൂക്കെട്ടണമെന്നാണോ ശ്രുതി പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു വന്നതല്ല, എനിക്കും ഇതുപോലെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ മാത്രമല്ലേ മുന്നോട്ട് വരാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മുടെ കല്യാണം കഴിഞ്ഞത് മുതല് വീട്ടിലേക്ക് നീ കൊടുക്കുന്ന കാശെല്ലാം ഞാനാ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒന്നും പേര് സപ്പോർട്ട് എന്നല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ശ്രുതി. വീട്ടിലേക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേറെ, എനിക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ ആരാ ഉള്ളതെന്ന് ചോദിക്കുകയാണ് ശ്രുതി. ഇത്രയും നാള് എന്റെ അമ്മ എന്നെ വിശ്വസിക്കായിരുന്നു, എനിക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്തു തന്നിരുന്നു. എന്നാ അന്ന് അമ്മയുടെ അടുത്ത് ഞാൻ പണം ചോദിച്ചപ്പോ തരില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ജോലി തേടി പോയപ്പോ കിട്ടുന്നുമില്ല. കിട്ടിയ ജോലിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ കാശ് ചോദിക്കുന്നു. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ടെൻഷൻ അടിക്കാനുണ്ട് ശ്രുതി. എന്റെ 2 അനിയന്മാരും നന്നായിട്ട് വളർന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ മാത്രമാണ് ഇങ്ങനെ വെള്ളത്തിലിട്ട കല്ല് പോലെ അവിടെ തന്നെ നിൽക്കുന്നത്. എന്റെ ലൈഫ് ഇങ്ങനെ തന്നെ പോവോ എന്നുള്ള ഭയമുണ്ട് എനിക്ക് എന്നൊക്കെ പറയാണേ. ശ്രുതി എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, ഉടനെ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ മതി, വേഗം ജോലി കിട്ടുകയും ചെയ്യും. എന്ന് കരുതിയിട്ട് എത്ര കാലം ജീവിക്കുക, എന്റെ പഠിപ്പ് പോലും നോക്കാതെ ഞാൻ വെയിറ്റ് ജോലിക്ക് പോയി, അതും കൂടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയില്ല. ഇനിയും ഞാൻ എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. സ്വന്തമായിട്ട് ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിറയെ അച്ചീവ്മെന്റ്സ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം എനിക്കറിയാം. ആ വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള പണത്തിന് വേണ്ടിയിട്ട് ഞാൻ എവിടെയാ പോവാ? ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നിനക്ക് എന്റെ സിറ്റുവേഷനെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാലോ. എന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല. അവരെപ്പോഴാ പുറത്തേക്ക് വരിക എന്നുള്ള കാര്യത്തെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ എന്താ ശ്രുതി എപ്പോഴും ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ നിനക്ക് എന്നേക്കാൾ വലുത് എന്റെ അച്ഛന്റെ പണമാണോ? അത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ നീ എന്നെ മാരേജ് ചെയ്തത്? ശ്രുതി, അങ്ങനെയൊന്നും ഇല്ല എന്നും നിന്നെ ആദ്യം കണ്ട സമയത്ത് നീ എന്താ ഏതാന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നല്ലോ. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിന്നോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് മാത്രമാണ് ഞാൻ കല്യാണം കഴിച്ചത്. പണത്തിനൊന്നും വേണ്ടിയിട്ടല്ല ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. ഞാൻ അത്രയും ചീപ്പാണെന്നൊന്നും നീ വിചാരിക്കണ്ട. ശ്രുതി, നീ വീണ്ടും വീണ്ടും അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കാതെ അവരെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കരഞ്ഞോണ്ടിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇല്ല ശ്രുതി, ഞാൻ ഇനി എന്തായാലും അതിനെക്കുറിച്ച് ചോദിക്കില്ല. എന്റെ ലൈഫിൽ ഒന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓർത്തപ്പോ ഞാൻ ചോദിച്ചു പോയതാണ്. എന്തായാലും ഇനി ഞാൻ ഒന്നിനെ കുറിച്ചും ചോദിക്കില്ല എന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും ശ്രുതിക്കും വിഷമാവുന്നുണ്ട്. ശ്രുതി, നീ വിഷമിക്കല്ലേ, എനിക്കും ശ്രുതിയുടെ സിറ്റുവേഷൻ മനസ്സിലാകും. സ്വന്തമായിട്ട് ബിസിനസ് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പണം ആവശ്യമാണ്. ലോൺ എടുക്കണമെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ കുറച്ച് ഡൗൺ പേയ്മെന്റ് ഉണ്ടാകണം. ശ്രുതി, നമ്മള് ഒരു സാധനം തൊലച്ചെടുത്ത് മാത്രമേ തേടിയാലേ കിട്ടുള്ളൂ എന്നുള്ള കാര്യം കേട്ടിട്ടില്ലേ? ഇപ്പൊ ഞാൻ എന്ത് കാര്യം തേടുന്നതിനെ കുറിച്ച് നീ പറയുന്നത്? അങ്കിൾ തന്ന 50 ലക്ഷം രൂപ നീ തൊലച്ചു കളഞ്ഞില്ലേ? ഞാൻ എവിടെ തൊലച്ചു കളഞ്ഞുന്ന് അത് ഒരുത്തി എടുത്ത് ഓടിപ്പോയതാണ്.
അതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞതും. ആ പണം നമുക്ക് തിരികെ കയ്യിലേക്ക് കിട്ടണം. അതെങ്ങനെ തിരികെ കിട്ടും? അവളത് എടുത്തിട്ട് കാനഡയിലേക്ക് പോയില്ലേ? ആ പെണ്ണിന്റെ പേരെന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീലിമ എന്ന് പറയുന്നുണ്ട്. ആ നീലിമയാണ് നമുക്കുള്ള ഇനി ഒരേ ഒരു വഴി. എങ്ങനെയെങ്കിലും അവൾ എടുത്തോണ്ട് പോയ പണം നമുക്ക് കണ്ടുപിടിച്ച് മേടിക്കണം. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, അവരും അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പോലീസ് അന്വേഷിക്കട്ടെ, പക്ഷെ നമ്മളും കുറച്ചൊക്കെ അന്വേഷിക്കണം. ആദ്യം കാനഡയിൽ അവൾ എവിടെയുള്ളതെന്നുള്ള കാര്യം കണ്ടെത്തണം. അതെങ്ങനെ പറ്റുമെന്ന് ചോദിക്കുകയാണ് സുധി. എന്തായാലും നീലിമ പോയിട്ടുണ്ടാവുക ഏതെങ്കിലും ഏജൻസി വഴിയല്ലേ? ആ ഏജൻസിയിൽ പോയിട്ട് അവളെ കുറിച്ച് എന്തെങ്കിലും അറിയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം. അവള് ആ നാട്ടിൽ എവിടെ പോയിട്ടാ തങ്ങുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാകും. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടിലെ പോലീസിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടുത്തെ പോലീസുമായി കോണ്ടാക്ട് ചെയ്തിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി പറ്റും. അതൊക്കെ നടന്നിട്ട് എത്ര നാളായി? ഇനി അതിന്റെ പുറകെയൊക്കെ നടന്നിട്ട് കാര്യമുണ്ടോ എന്നുള്ള കാര്യം സുധി ചോദിക്കുമ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം. ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അങ്ങനെ അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തുടർന്ന് നമ്മുടെ രേവതിയാണ് കാണിക്കുന്നത്. രേവതി സ്കൂട്ടീന്റെ പുറകിൽ ഒരു ബോക്സ് പോലെ വെച്ചിട്ട് മൊബൈൽ പൂക്കട എന്നുള്ളൊരു കോൺസെപ്റ്റുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് കേട്ടോ. വഴിയിൽ വെച്ചിട്ട് രേവതിയെ പരിചയമുള്ള 2 ചേച്ചിമാരെ കാണുന്നുണ്ട്. അയ്യോ, അത് രേവതിയല്ലേ വരുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും രേവതി വണ്ടി നിർത്തിയിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. രേവതി പുതിയ വണ്ടി മേടിച്ചു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ, സജിയേട്ടൻ പുതിയതായിട്ട് വണ്ടി മേടിച്ചു തന്നതാണ്. ഇനി മുതൽ ഇതാണ് എന്റെ പൂക്കട. ഓടിക്കൊണ്ടിരിക്കുന്ന പൂക്കട. ആര് വഴിയിൽ നിന്നും പൂ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടി പറ്റും. ആര് ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും അവിടെ കൊണ്ട് കൊടുക്കാനൊക്കെ പറ്റുമെന്ന് പറയാണേ. ഇനി ഇതാണ് എന്റെ പൂക്കട എന്ന് പറയുമ്പോൾ ശരി രേവതി, അപ്പൊ നന്നായിട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേച്ചിമാര് പോവാണ്. അതുപോലെ തന്നെ രേവതിയും. അത് കഴിഞ്ഞ് ദേവുവിനാണ് കേട്ടോ കാണിക്കുന്നത്. ദേവു പറയുന്നുണ്ട്, അമ്മേ വാ, എല്ലാവരുടെ അടുത്തും ചേച്ചി പുറത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞെന്ന് പറയുമ്പോൾ രേവതി വരുന്നുണ്ടെങ്കിൽ അവൾക്കറിയില്ല ഉള്ളിലേക്ക് വരാൻ. അയ്യോ അമ്മ ചേച്ചിയാണ് ഇപ്പൊ വിളിച്ചിട്ട് പുറത്ത് വന്ന് നിൽക്കാൻ വേണ്ടി പറഞ്ഞത്. അവര് പുറത്ത് പോയി നിൽക്കുമ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വണ്ടിയിൽ വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ അമ്മേ ചേച്ചി വണ്ടിയിൽ വരുന്നത്? രേവതിക്ക് ഏതാടി വണ്ടി എന്നൊക്കെ ദേവുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അരികിലേക്ക് എത്തുന്നുണ്ട്. അടുത്തുള്ള ചേച്ചിമാരൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. രേവതി എന്താ മോളെ ഇതെന്നുള്ള കാര്യം ലക്ഷ്മി ചോദിക്കുമ്പോഴേക്കും അമ്മേ ഇത് സച്ചിയേട്ടൻ എനിക്ക് മേടിച്ചു തന്നതാണ്. സച്ചിയേട്ടൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതേ ദേവു, ഇത് എന്തിനാ ബോക്സ് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ദേവു. ഇത് ദേവു പൂ വെക്കാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങോട്ട് നോക്കുക എന്ന് പറഞ്ഞിട്ട് ആ ബോക്സ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഒറ്റ ദിവസം കൊണ്ട് 500 മാല കെട്ടിയിട്ട് ചരിത്രം സൃഷ്ടിച്ച രേവതിയുടെ ഓടിക്കൊണ്ടിരിക്കുന്ന പൂക്കട എന്നുള്ള കാര്യമൊക്കെ ആ വണ്ടിന്റെ മേലെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാവരും വായിക്കുന്നുണ്ടേ. എന്താ രേവതി ഇതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതേ ചേട്ടാ, ഇതാണ് ഇനി മുതൽ എന്റെ പൂക്കട. അല്ല രേവതി, നീ വീടിന്റെ മുന്നിൽ ഒരു കട വെച്ചില്ലായിരുന്നോ? അത് പോരാത്തതിന് ഇത് പുതിയതാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇല്ല ചേച്ചി, ആ കട പോയി. എന്താടി പറഞ്ഞത്, പൂക്കട പോയെന്നോ? അതേ അമ്മേ, കോർപ്പറേഷനിൽ വന്നിട്ട് എല്ലാവരും അത് എടുത്തോണ്ട് പോയി. അതെന്താ രേവതി അങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം കൂട്ടത്തിലൊരു ചേട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഞാൻ കട വെച്ചത് ആർക്കോ ശല്യമായെന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുത്തു. ഇത് എന്തൊരു കഷ്ടമാണ് ചേച്ചി, പൂക്കട ഒരു ശല്യം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആരാ കംപ്ലൈന്റ് ചെയ്യുക? ഇത് കേൾക്കുമ്പോൾ ലക്ഷ്മിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആരടി അങ്ങനെ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അറിയില്ല അമ്മേ, പെട്ടെന്ന് വന്നിട്ട് എടുത്തോണ്ട് പോയതാണ്. ആദ്യമായിട്ട് ഇട്ട കടയിലായിരുന്നോ? അത് പോയപ്പോ ഒരുപാട് സങ്കടപ്പെട്ടിട്ട് ഞാനും ഇരുന്നത്. എന്നാൽ സച്ചിയേട്ടനാണ് എനിക്ക് ആത്മവിശ്വാസമൊക്കെ തന്നിട്ട് ഈ വണ്ടി മേടിച്ചു തന്നത്. ഓ, ഇത് സച്ചിയുടെ ഐഡിയ ആണോ? രേവതി കൊള്ളാട്ടോ എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അതെ, എന്തായാലും സച്ചിയുടെ ഐഡിയ സൂപ്പറാണ്. ഇതെന്തായാലും ആർക്കും എടുത്തോണ്ട് പോകാൻ വേണ്ടി പറ്റില്ലോ. രേവതിക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് പൂക്കച്ചവടം ചെയ്യുകയും ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ രേവതിയും പറയുന്നുണ്ട് കേട്ടോ. അതെ, ശരി തന്നെയാണ്. ഒരു സ്ഥലത്ത് പൂക്കട വെച്ചതിനേക്കാൾ ഒരുപാട് നല്ല കാര്യം തന്നെയാണ് ഇത്. പൂക്കച്ചവടം ചെയ്യുന്ന മറ്റു ചേച്ചിമാര് പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും വർഷമായിട്ട് നമ്മൾ പൂക്കച്ചവടം ചെയ്തിട്ടും ഈ ബുദ്ധി വന്നില്ലല്ലോ. എന്തായാലും സച്ചിയുടെ ഐഡിയ സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശരത്തും ഇറങ്ങി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവിടുത്തെ ചേട്ടൻ പറയുന്നത്, സച്ചി ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെട്ടിട്ട് ഓരോരുത്തരെ അടിക്കും. എന്തിന്, നിന്റെ അനിയന്റെ കൈ വരെ അടിച്ചോടിച്ചില്ലേ? പക്ഷേ നിനക്ക് വേണ്ടിയിട്ട് സച്ചി എല്ലാം നോക്കി നോക്കി ചെയ്യുന്നുണ്ടല്ലോ. ഇതെന്തായാലും വളരെ നല്ല കാര്യം തന്നെയാണ്. രേവതി, നീ സമ്പാദിച്ചിട്ട് സച്ചിക്ക് കാറ് മേടിച്ചു കൊടുത്തു. സച്ചിയാണെന്നുണ്ടെങ്കിൽ നിനക്ക് സ്കൂട്ടർ മേടിച്ചു തന്നു. എന്തായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹത്തിലാണല്ലേ. സന്തോഷം തന്നെയാണ്. ലക്ഷ്മി, എന്തായാലും ഇവളുടെ അച്ഛൻ ദൈവത്തെ പോലെ നിന്ന് ഇവൾക്ക് നല്ല സന്തോഷമുള്ള ഒരു ജീവിതം തന്നെയാണ് തേടിക്കൊടുത്തത്. സത്യം തന്നെയാണ് ചേച്ചി. എന്തായാലും അവരുടെ അനുഗ്രഹം എപ്പോഴും രേവതിക്ക് ഉണ്ടാകും. ഇവളുടെ അച്ഛന് സച്ചി ഇവളെ നന്നായിട്ട് നോക്കുന്നത് കൺകുളിർക്ക് കാണാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരയുമ്പോഴേക്കും അമ്മയെ ഫീൽ ചെയ്യല്ലേ. അച്ഛൻ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. രേവതി, എന്തായാലും വണ്ടിയൊക്കെ എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വാ, ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ. രേവതിയുടെ അടുത്ത് ഉള്ളിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ലക്ഷ്മി അതുപോലെ ദേവും കയറി പോകുന്നുണ്ടേ. ശരത്ത് പോകുന്നതിന് മുമ്പായിട്ട് രേവതി പറയുന്നുണ്ട് കേട്ടോ,
എടാ ശരത്തെ, നിന്റെ കൈയൊക്കെ ശരിയാക്കിയിട്ട് ഒന്ന് വണ്ടി ഓടിച്ച് നോക്കുക എന്നൊക്കെ കേട്ടോ. അങ്ങനെ രേവതി ഉള്ളിലേക്ക് കയറുന്നുണ്ട്. വണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ ശരത്ത്. രേവതി ഉള്ളിലേക്ക് കയറിയിട്ട് ആദ്യം അച്ഛൻ്റെ ഫോട്ടോന് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ പോയിട്ട് ഉപ്പും മുളകൊക്കെ എടുത്തിട്ട് രേവതി നീ ഇങ്ങോട്ട് നിൽക്കുമെന്ന് പറയണേ. എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ നാട്ടിലുള്ള എല്ലാവരുടെയും കണ്ണ് നിന്റെ മേലായിരിക്കും, എന്തായാലും നിന്റെ ജീവിതത്തിൽ ഒരു ഇതും ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിയുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് പുറത്തു പോയി കൊണ്ടുപോയി കളയാണ്. എന്തായാലും ചേച്ചി നല്ല കാര്യമാണ്, കട പോയെങ്കിലും സച്ചിയേട്ടൻ ഇങ്ങനൊരു കാര്യം ചെയ്തു തന്നില്ലേ. അപ്പോഴേക്കും ഇത് കേട്ട് വരുന്ന ശരത്താണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ, അതിന് മാത്രം എന്ത് വലിയ കാര്യമാണ് അയാൾ ചെയ്തത്. വെയിലില് വണ്ടി എടുത്ത് ചുറ്റിക്കൊണ്ടിരിക്കണം, എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? സച്ചിയേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് ചിന്തിച്ച് ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ടാക്കി. അപ്പോഴേക്കും ലക്ഷ്മി ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. എന്താ രേവതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ദേവുവാണ് മറുപടി പറയുന്നത്. ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. എടാ, സ്വന്തം ഭാര്യയുടെ മനസ്സ് വിഷമിക്കരുതെന്ന് കരുതിയിട്ട് ആ മനുഷ്യൻ കാശ് മുടക്കിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തില്ലേ, ഇത് വലിയ കാര്യമല്ലേ നിനക്ക്? ശരത്തെ, നിന്റെ അടുത്ത് ഞാൻ അന്ന് പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ? നല്ല രീതിയിൽ അധ്വാനിച്ച് മുന്നേറണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. എന്റെ സച്ചിയേട്ടൻ എനിക്ക് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് ഈ വണ്ടി മേടിച്ചു തന്നിരിക്കുന്നത്. ഇതിലാണെടാ സന്തോഷമുള്ളത്. നല്ല രീതിയിൽ ചെറിയ സമ്പാദ്യം മാത്രമാണെന്നുണ്ടെങ്കിലും സമാധാനത്തോടു കൂടി ജീവിക്കണം. തെറ്റായിട്ട് വരുന്ന പണം കൊണ്ട് നിനക്ക് വിചാരിച്ചതെല്ലാം വാങ്ങാൻ വേണ്ടി പറ്റും, ഒരിക്കലും സമാധാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി പറ്റില്ല. ചേച്ചി അവന്റെ കാര്യം വിട്. എന്തായാലും ചേച്ചി വണ്ടിയിൽ ഇപ്പൊ മൊബൈൽ ഫ്ലവർ ഷോപ്പ് ആരംഭിച്ചില്ലേ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതുപോലെ കുറെ വണ്ടി മേടിച്ചിട്ട് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ നമുക്കൊരു വലിയ ബിസിനസ് ആക്കാം ചേച്ചി. അതെ, സച്ചിയേട്ടനും അതേ ഐഡിയ തന്നെയാണെന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചിയേട്ടൻ കാർ ഓടിക്കുന്നു, ചേച്ചി ബൈക്ക് ഓടിക്കുന്നു, രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്. തുടർന്ന് ലക്ഷ്മി പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് സച്ചി ഓരോരുത്തരെ ദേഷ്യത്തിന്റെ പുറത്ത് അടിക്കുന്നു. അപ്പോ നിന്റെ ജീവിതം എന്താവും എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടിരുന്നു. മറ്റുള്ളവരോട് എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിന്നോട് സച്ചിക്ക് ഒരുപാട് സ്നേഹമുണ്ട്, എനിക്ക് ഒരുപാട് സന്തോഷമായി മോളെന്നൊക്കെ പറയണേ ലക്ഷ്മി. എന്നാ ഇത് കേട്ട് ശരത്ത് പറയുന്നുണ്ട് കേട്ടോ, ചേച്ചി സമ്പാദിക്കുന്നതിലൂടെ കാശ് ഒരുപാട് വരുമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. എടാ, സച്ചേട്ടന് ഒരിക്കലും കാശ് അത്ര വലിയ കാര്യമായിട്ട് കാണുന്ന ഒരാളല്ല. ഞാൻ കഷ്ടപ്പെടരുതെന്നും എന്നെ ഒരിക്കലും താഴ്ന്ന് ആരും സംസാരിക്കരുത് എന്നുള്ള രീതിയിലാണ് സച്ചേട്ടൻ ഈ വണ്ടി എനിക്ക് മേടിച്ചു തന്നത്. ചുമ്മാ സച്ചേട്ടനെ കുറിച്ച് നീ ഓരോന്ന് പറയാൻ നിൽക്കണ്ട. രേവതി, അവന്റെ കാര്യം വിട്, അവൻ ചുമ്മാ ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. ഈ ജോലി നിനക്ക് എന്നേക്കുമായിട്ട് ഉണ്ടാകണമെന്നും നീ ഇതില് വലിയ ആളായിട്ട് വരണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്ക്. അങ്ങനെ രേവതി ചെന്ന് അച്ഛന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ സുധിയും അതുപോലെ സുധിയും കൂടി ചേർന്നിട്ട് ഏജൻസിയിൽ പോവാണ് കേട്ടോ ചെയ്യുന്നത്. അവിടെ ചെന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാണ് സുധി. എന്താ സുധി നോക്കി നിൽക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അന്ന് ഞാനും നീലിമയും വന്ന സമയത്ത് ഉണ്ടായിരുന്ന സ്റ്റാഫ് അല്ല ഇത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിനെന്താ സുധി, നമുക്ക് പോയി ചോദിക്കാം എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ട്. ചെന്ന ഉടനെ തന്നെ സ്റ്റാഫ് ചോദിക്കുന്നത്, എന്താ സർ 2 പാക്കേജസ് എന്തെങ്കിലും നോക്കുന്നുണ്ടോ എന്നാണ്. നിങ്ങളെ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂലി മാരേജ് ആയിട്ടുള്ള കപ്പിൾസിനെ പോലെയുണ്ട്. ഹണിമൂൺ പാക്കേജ് എന്തെങ്കിലും ആണോ നോക്കുന്നത് സർ? 10 ഡേയ്സിന് യൂറോപ്പിലേക്ക് ടൂർ പാക്കേജ് ഉണ്ട്, അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിലേക്കും പാക്കേജ് ഉണ്ടെന്നൊക്കെ പറയാണ് കേട്ടോ. ഇത് കേട്ട ഉടനെ തന്നെ ശ്രുതിയുടെ മനസ്സ് മാറുകയാണ് കേട്ടോ. ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ശ്രുതി നല്ല ഓഫേഴ്സ് ഉണ്ട്, നമുക്കത് നോക്കിയാലോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അതിനാണ് ശ്രുതി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അല്ല, പക്ഷെ എപ്പോഴാണെങ്കിലും നമുക്ക് ഹണിമൂൺ പോണ്ടേ, നമ്മൾ രണ്ടുപേരും പോയില്ലല്ലോ. ആദ്യം നമ്മൾ വന്ന കാര്യങ്ങൾ നോക്കാം, ആദ്യം നീ ചോദിക്കെന്ന് പറയാണേ. സോറി മാഡം, ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വന്നതല്ല. എൻ്റെ പേര് സുധീന്നും ഇത് എൻ്റെ വൈഫാണ് ശ്രുതി. ഞങ്ങൾ മറ്റൊരു ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാനഡയിലേക്ക് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും, ഓ സാറിന് കാനഡയിലേക്കാണോ പോകേണ്ടത്? എത്ര ദിവസത്തേക്കാണ് സർ? അതിനും ഓഫർ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ പിന്നീട് നോക്കിക്കൊള്ളാം. ഇപ്പോൾ കാനഡയിലേക്ക് പോയിരിക്കുന്ന ഒരു ലേഡിയുടെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട്. ഏത് ലേഡി എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും, ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് മറ്റൊരു ലേഡിയുമായിട്ട്. കാനഡയിൽ പോകാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 1 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് മൊബൈലിനകത്ത് ആ നീലിമയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുവാണേ. ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ, ഓഹോ, അപ്പൊ ഇപ്പോഴും അവളുടെ ഫോട്ടോ മൊബൈലിനകത്ത് ഉണ്ടായിരുന്നു അല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇല്ല ശ്രുതി, അത് എപ്പോഴും മെയിലിലേക്ക് അയച്ചതാണ്, ഞാനത് തേടി കണ്ടുപിടിച്ചെടുത്തതെന്നൊക്കെ പറയാണേ. ഫോട്ടോ നോക്കിയിട്ട് ആ സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ, ഇല്ല സർ, ഇതുവരെ ഞങ്ങൾ അങ്ങനെ ലേഡിയെ കണ്ടിട്ടില്ല. തിരികെ കിട്ടിയ ആ ഫോൺ ഉണ്ടല്ലോ, അത് ശ്രുതി മേടിച്ചിട്ട് ഫോട്ടോ നോക്കിയിട്ട് നമ്മുടെ ശ്രുതിയെ നെട്ടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്കിയിട്ട്
മാഡം, ഈ ലേഡിയുടെ പേര് നീലിമ എന്നാണ്. ഇവര് ലാസ്റ്റ് മാർച്ച് മാസത്തിലാണ് കാനഡയിലേക്ക് പോയത് നിങ്ങളുടെ ഏജൻസി വഴി. നിങ്ങൾക്ക് അവരെ കുറിച്ച് എന്താ അറിയേണ്ടെന്നുള്ള കാര്യം ആ സ്ത്രീ ചോദിക്കുന്ന സമയത്ത് അവരെന്തായാലും കോണ്ടാക്ട് ഡീറ്റെയിൽസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവില്ലേ, അല്ലെങ്കിൽ അവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന ഡീറ്റെയിൽസ് എന്തെങ്കിലും പറഞ്ഞുതരോ. നിങ്ങൾ അവരുടെ ആരാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഫ്രണ്ട് ആണെന്ന് പറയാനുണ്ടോ ശ്രുതി? ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അവരെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തൂടെ? ഇല്ല, ഞങ്ങൾ അവരുടെ കോണ്ടാക്ട് മിക്സ് ചെയ്തു. ഇപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് ആവശ്യമുണ്ട്. ഇല്ല, കസ്റ്റമേഴ്സിന്റെ ഇൻഫർമേഷൻസ് ഞങ്ങൾ ആർക്കും അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കില്ല എന്നുള്ള കാര്യം സ്റ്റാഫ് പറയാണ് കേട്ടോ. അങ്ങനെ സുധിയാണെന്നുണ്ടെങ്കിൽ ആ ലേഡിയുടെ അടുത്ത് കറക്റ്റ് കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നിക്ക് സുധി എന്ന് പറഞ്ഞിട്ട് അവരുടെ മുത്തശ്ശി ഇവിടെ നാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അവര് പെട്ടെന്ന് തന്നെ അസുഖം വന്ന് മരിച്ചുപോയി. എന്ത് എന്നുള്ള കാര്യം സുധി ചോദിക്കുമ്പോഴേക്കും മരിച്ചു പോയില്ലേ എന്നുള്ള കാര്യം കാലുകൊണ്ട് ചവിട്ടിയിട്ട് പറയുമ്പോൾ ആ എന്ന് പറയണേ. അതെ, ശരിയാണ്, പാവം അവർ മരിച്ചുപോയി. എങ്ങനെയെങ്കിലും അവരെ ഇൻഫോം ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാണ് കേട്ടോ. എനിക്ക് നിങ്ങളുടെ സീരിയസ്നെസ് ഒക്കെ ഇനി മനസ്സിലാവും, പക്ഷെ ഒരിക്കലും കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് തരാൻ വേണ്ടി പറ്റില്ല എന്ന് തന്നെയാണ് വീണ്ടും സ്റ്റാഫ് പറയുന്നത്. അതാണ് ഏജൻസിയുടെ റൂൾസ്. നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്? ഒരാളുടെ ജീവൻ പോയിരിക്കുകയാണ്, ആ സമയത്ത് പോലും നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? എനിക്ക് അറിയായിരുന്നെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും തരുമായിരുന്നു. മാഡം പറഞ്ഞത് പ്രകാരം അപ്രോക്സിമേറ്റ്ലി 1 year ആവാറായി. അതുകൊണ്ട് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഡീറ്റെയിൽസ് ഇനി കിട്ടുന്നത് അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ മെയിൻ ബ്രാഞ്ചിലേക്ക് മെയിൽ ചെയ്തിട്ട് അവരുടെ പെർമിഷൻ മേടിക്കണം. ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അവരെ ബന്ധപ്പെട്ട ആൾക്കാർ വന്ന് ചോദിക്കാതെ ഒരിക്കലും ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റില്ല. സോറി. അവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വേറെ ആരുടെങ്കിലും ട്രൈ ചെയ്തോളൂ. ശരി, ഓക്കെ, താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവര് പുറത്തേക്ക് ഇറങ്ങുവാണേ. പുറത്തിറങ്ങിയിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ ശ്രുതി ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമുക്കിനി കാശ് കിട്ടില്ലേ? അവളെ കുറിച്ച് എങ്ങനെ ഡീറ്റെയിൽസ് കിട്ടുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് നോക്കാം ശ്രുതി, എങ്ങനെയായാലും അവൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ വന്ന് പെടും. നോക്കാം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ച്. വാ എന്ന് പറഞ്ഞിട്ട് അവരിന്ന് പോവാണേ. അത് കഴിഞ്ഞിട്ട് നീലിമയാണ് കേട്ടോ കാണിക്കുന്നത്. നീലിമ സച്ചിയുടെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നീലിമ ഫോൺ നോക്കിയിട്ട് സുധിയെ കുറിച്ചുള്ള പഴയ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. സുധി മൊത്തത്തിലുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ലാസ്റ്റ് ടൈം രണ്ടുപേരുടെ ഷെയറിംഗ് അക്കൗണ്ടിൽ നിന്ന് സ്വന്തം അക്കൗണ്ടിലേക്ക് നമ്മുടെ ഈ നീലിമ പണം മാറ്റിയതിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ്. എന്നിട്ട് പണം മാറ്റിയെന്ന് പറഞ്ഞിട്ട് സുധി നീ എന്നെ സംശയിക്കുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ സുധിക്കൊരു സംശയം ഉണ്ടാവില്ലല്ലോ. ആ രീതിയിലുള്ള സംസാരങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. സച്ചിയുടെ വണ്ടിയിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. സച്ചി ചോദിക്കുന്നുണ്ട്, മാഡം ഏത് നാട്ടിൽ നിന്ന് വരുന്ന എന്നുള്ള കാര്യം. കാനഡ. ഈ കാനഡ നമ്മൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സച്ചി പറയുമ്പോൾ പാടനെന്ന് പറയുകയാണേ. അയ്യോ മാഡം, പാട്ടൊന്നും ഇതിനകത്തില്ല, റേഡിയോ വർക്കാവുന്നില്ല എന്ന് പറയണേ. അയ്യോ, ഞാൻ അതല്ല പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ല എന്നാണ്. അതൊന്നുമില്ല മാഡം, ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ ഇപ്പം കാനഡയിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാ മാഡം കാനഡയിൽ ഇങ്ങോട്ട് വന്നു, സ്വന്തം നാട് അവിടെയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല, കേരളം തന്നെയാണ്, ഇപ്പൊ അവിടെ സെറ്റിലായി, അത്രയേ ഉള്ളൂ. അവിടെ ജോലിയും സാലറി ഒക്കെ എങ്ങനെയാണ് മാഡം എന്നുള്ള കാര്യം ചോദിക്കുകയാണെ. എന്താ നിങ്ങൾ അവിടേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ മാഡം അവിടേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്? എൻ്റെ വീട്ടിൽ ഒരാളുണ്ട്, അവൻ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നാട് നല്ലതാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കൺട്രി. അവിടെ വലിയൊരു വാട്ടർഫോൾസ് ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഉണ്ട്, നയഗ്ര വാട്ടർഫോൾസ്. അത് അമേരിക്കയ്ക്കും കാനഡയ്ക്കും നടുവിലാണെന്ന് പറയണേ. മാഡം അവിടെ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ബിസിനസ് ആണ്. ഇവിടെയും ബിസിനസ്സിന് ആവശ്യമായിട്ട് വന്നതാണോ? അല്ല, ഇവിടെ ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ വേണ്ടി പോവാണ്, നാളെ അവിടെ പോകണം. നിങ്ങളുടെ പേരെന്താന്നുള്ള കാര്യം നീലിമ ചോദിക്കുമ്പോൾ സച്ചി എന്ന് പറയുന്നുണ്ട്. നാളെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകണം, നിങ്ങൾ അവൈലബിൾ ആയിരിക്കുമോ, അങ്ങോട്ട് വരുമെന്ന് ചോദിക്കുമ്പോൾ മാഡം ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. മാഡം കാനഡയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് പണം ആവശ്യമാണെന്ന് ചോദിക്കുമ്പോൾ അത് ഓരോരോ പോകുന്ന രീതി പോലെ ഇരിക്കുന്നു പറയുകയാണേ. എന്താ നിങ്ങൾ പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല മാഡം, വീട്ടിലൊരുത്തൻ ജോലിക്ക് വേണ്ടിയിട്ട് പോകണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു എന്ന്. ഏജൻസി 14 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ ഓഹോ, ഇപ്പൊ അത്രയൊക്കെ ആക്കി. ഞാൻ പോകുന്ന സമയത്ത് 10 lakhs ആണെന്ന് നീലിമ പറയുന്ന സമയത്ത് വർഷാവർഷം പൈസ കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണല്ലേ. ഇപ്പൊ മാഡത്തിന് എവിടെയാ പോകേണ്ടതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഹോട്ടലിലേക്കാണ്. നിങ്ങൾ നേരെ പോയിക്കോളൂ, ഞാൻ വഴി പറഞ്ഞു തരാമെന്ന് പറയാണേ. ശരി എന്ന് പറഞ്ഞിട്ട് നീലിമ കാറിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സച്ചിയുടെ മുമ്പിലാണ് കേട്ടോ നീലിമ ആദ്യം വന്ന് പെടുന്നത്. സുധിയും ശ്രുതിയും കൂടി ചേർന്നിട്ട് പണം തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് നീലിമയെ അന്വേഷിക്കുന്നുണ്ട്. ഇനി വരാൻ വേണ്ടി പോകുന്നതൊക്കെ വമ്പൻ ടെസ്റ്റ് ആണ് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്